പലപ്പോഴും ഞാൻ അറിയാതെ അല്ലെങ്കിൽ എന്നോട് പറയാതെ പലതും ഹൃദയത്തിൽ കടിച്ചമർത്തായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ ഈ ചളിക്കുണ്ടിൽ താഴാതെ ഇവിടം വിട്ടു പോകുന്നതാണ് നിനക്ക് നല്ലത്. പിന്നെ ആശുപത്രിയിൽ ഒരു നിലവിളിയായിരുന്നു ഉമ്മാൻ്റെ കരച്ചിൽ. എൻ്റെ പേര് ഹയാത്ത് അമീസ. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. ഫ്രീലാൻസ് മെഹന്തി ആർട്ടിസ്റ്റാണ്. അതോടൊപ്പം മോഡലിങ്ങും ചെയ്യുന്നു. സയാനിൽ നിന്ന് ഹയാത്തിലേക്കുള്ള ദൂരം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. കുട്ടിക്കാലത്ത് നിറങ്ങളോടും സ്ത്രീകളുടെ വസ്ത്രങ്ങളോടും ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഞാൻ അതൊക്കെ അണിയുമ്പോൾ പലപ്പോഴും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ തമാശയായി കണ്ടിരുന്നുള്ളൂ. പിന്നീട് അതൊരു തെറ്റാണെന്ന് പറഞ്ഞ് പലരുടെയും വിരൽ എന്നിലേക്ക് ചൂടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കുറച്ച് വ്യത്യസ്തയാണ് മറ്റുള്ളവരിൽ നിന്ന്. പലപ്പോഴും പലരുടെയും ഉള്ളിൽ എന്നെപ്പറ്റി പറയുമ്പോൾ ചിരി മാത്രമായിരുന്നു. നാലാൾ കൂടുന്നിടങ്ങളിലെല്ലാം എന്നെപ്പറ്റി പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നത് സങ്കടത്തോടെ കേട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കല്യാണങ്ങൾക്കായാലും മരണവീടുകളിലായാലും സംസാര വിഷയം ഞാൻ മാത്രമായിരുന്നു. വീട്ടിലുള്ള ഉമ്മാക്കും ഉപ്പാക്കും എപ്പോഴും പരാതി കേൾക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇവനെന്താ ഇങ്ങനെ ചിരിക്കുന്നത്, ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്താ ഇങ്ങനെ നടക്കുന്നത്, എന്തിനാ അടുക്കള ഭാഗത്ത് പോകുന്നത്, എന്തിനാ ചൂലെടുക്കുന്നത്, എന്തിനാ വെള്ളം തിളപ്പിക്കുന്നത്, എപ്പോഴും എന്നെക്കുറിച്ചുള്ള പരാതികളായിരുന്നു. ആ പരാതികളൊക്കെ എന്നിലേക്ക് തന്നെ ചുരുക്കുകയായിരുന്നു. പലപ്പോഴും ആൾ കൂടുന്നിടങ്ങളിൽ പോവാനും മറ്റുള്ളവരോട് സംസാരിക്കാനും മടിയായി തുടങ്ങി. എനിക്ക് എന്നോട് പോലും വിരക്തിയായിരുന്നു. പിന്നീടുള്ള ജീവിതം ഒരു മുറിക്കുള്ളിൽ, ഒറ്റ മുറിക്കുള്ളിൽ മാത്രമായി ഒതുങ്ങി. പലപ്പോഴും താഴെ ആരെങ്കിലും വന്നാൽ മുകളിലെ മുറിയിലെ ഞാൻ അറിയാറ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്നെ ആരും വിളിക്കാറില്ല, രണ്ടാമത്തെ കാര്യം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലാൻ മടിയായിരുന്നു. ഒരിക്കൽ എൻ്റെ ഉമ്മയുടെ അടുത്ത് പറയുന്നുണ്ടായി അടുക്കളയിൽ ഇരുന്നുകൊണ്ട്, ഇവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചാൽ ഇത് മാറാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊരു അസുഖമാണ്, ഇത് മാറ്റിയാൽ മാറുന്നതാണ്, അതുകൊണ്ട് നമുക്കിവനെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാം എന്നുള്ള രീതിയിൽ ഉമ്മയുടെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ മതപരമായ രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്, നമുക്ക് അവിടെ പോയി ഒന്ന് കാണിക്കാം, എങ്കിൽ ഇതിന് മാറ്റം ഉണ്ടാവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. മനമില്ലാ മനസ്സോടെ ഉമ്മയുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ അതിനെ സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഹിന്ദു ആചാരപ്രകാരം മറ്റുള്ളവരെ ചികിത്സിക്കുന്ന ഒരാളുടെ അടുത്തായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, പഞ്ചമുഖി എന്ന് പറയുന്ന ഒരാളുടെ ഉപദ്രവമാണ്, ഇത് മാറ്റിയാൽ മാറുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒത്തിരി നാൾ അവരുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. വീട്ടിലുള്ള ഉമ്മാൻ്റെ പൈസ ഒരുപാട് അതിൻ്റെ പേരിൽ തീരുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് നടക്കില്ല, നിങ്ങളുടെ ആചാരപ്രകാരം കാണിക്കുന്നവരെ കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അവിടുന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ഉമ്മയുടെ ഉമ്മയും കൂടെ എന്നെ വയനാട്ടിൽ ദൂരെ ഞങ്ങളുടെ ആചാരപ്രകാരം ചികിത്സിക്കുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി. പുള്ളിക്കാരൻ പറഞ്ഞു, ഈ ശരീരം വിട്ട് പോകണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഞാൻ എൻ്റെ ശരീരം വിട്ട് പോകണ്ടേന്ന്. അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരൻ മുറ്റത്തോടെ ഇറങ്ങി ചെന്ന് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ തല്ലു എന്ന് പറഞ്ഞൊരു പേരക്കയുടെ വടി ഒടിച്ചുകൊണ്ട് വന്ന് എന്നെ പൊതിരെ തല്ലി. തല്ല് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അതേ വടി കൊണ്ട് ഞാൻ പുള്ളിനെയും തല്ലി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി എന്നെക്കൊണ്ടും നടക്കത്തില്ല, ഈ കുട്ടി ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മനമില്ലാ മനസ്സോട് കൂടിയിട്ട് വീണ്ടും ഞാൻ വീട്ടുകാരുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായി. വരുന്ന വഴിക്ക് പാതി വഴിയിൽ വീട്ടുകാർ കാണാതെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ പോയത് ബാംഗ്ലൂർക്കായിരുന്നു. അവിടെ എനിക്ക് ആരും പരിചയം ഉണ്ടായിരുന്നില്ല. മുമ്പ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാളെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ എത്തിയത്. അവിടെ ചെന്ന് ഞാൻ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു. പുള്ളിക്കാരനായിരുന്നു, പിന്നീട് പുള്ളിക്കാരിയായി. അവിടെ ചെന്ന് പുള്ളിക്കാരിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കുന്ന ഒരാളെ ഞാൻ അവിടെ വെച്ച് കണ്ടു. കാലിൽ വീതിയുള്ള പാദസാരം അണിഞ്ഞ് മാക്സി ഇട്ടുകൊണ്ട് ബാംഗ്ലൂരിൻ്റെ തെരുവിലൂടെ അവർ നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ പുള്ളിക്കാരിയോട് സംസാരിച്ച് കുറച്ച് നാൾ ഞാൻ അവിടെ നിന്നു. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇതൊരു ചളിക്കുണ്ടാണ്, ഈ ചളിക്കുണ്ടിൽ താഴ്ന്നു പോയവരുമുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരുമുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ ഈ ചളിക്കുണ്ടിൽ താഴാതെ ഇവിടം വിട്ടു പോകുന്നതാണ് നിനക്ക് നല്ലത്. കുറച്ച് നാൾ കഴിഞ്ഞ് നീ വലിയ കുട്ടിയാവുമ്പോൾ നിനക്ക് ഇതുപോലെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ നീ എന്നെ തെരഞ്ഞു വരണമെന്നും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. പക്ഷേ മൂന്നാമത്തെ ദിവസം എനിക്ക് പനി വന്നു, ഡെങ്കിപ്പനിയായി. ഞാൻ അവിടെ ഹോസ്പിറ്റലൈസ്ഡായി. 7 ദിവസം പുള്ളിക്കാരി എന്നെ ചികിത്സിച്ചു. അതിനുശേഷം അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീണ്ടും. അങ്ങനെ വീട്ടിൽ വന്ന് വീണ്ടും ഞാൻ പഴയതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു. ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടി കാത്തിരുന്നു. ബ്രദറിനും കല്യാണം വന്നു.
അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി എൻ്റെ ഊഴമാണ്, എനിക്കും ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചതുപോലെ. വീട്ടുകാരറിയാതെ ഞാൻ എറണാകുളത്തേക്ക് ഒരു ജോബിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ റെനീം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണിച്ചു. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പുള്ളിക്കാരിയുടെ നിർദ്ദേശപ്രകാരം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. വീട്ടിൽ പതുക്കെ പറയാമെന്നാണ് കരുതിയത്. പക്ഷേ അനിയത്തി ഒരിക്കൽ ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കണ്ടുപിടിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കഴിക്കുന്നത് ഹോർമോണിൻ്റെ ടാബ്ലറ്റ്സ് ആണെന്ന് മനസ്സിലാക്കി. ഗൾഫിലുണ്ടായിരുന്ന മൂത്ത ബ്രദറിനെ വിളിച്ച് പറഞ്ഞു, ഷാരൂഖ് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഉമ്മാനെ വിളിച്ച് പറഞ്ഞു, ഇനി അവനെ പുറത്ത് വിടേണ്ട, അടച്ചിടണ മുറിയിൽ ഭക്ഷണമൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ പിന്നെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റായി, പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഒരു ദിവസം വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് താമസിച്ചിരുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുടെ അടുത്തേക്കായിരുന്നു പോയത്. അന്നത്തെ ദിവസം ഫോൺ ഓഫ് ചെയ്തിട്ടു. പിറ്റേന്ന് മുതൽ ഉമ്മ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി, നീ തിരിച്ചു വരണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ മരിച്ചു പോകുമെന്ന് കരഞ്ഞു പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഉമ്മാൻ്റെ കണ്ണീരിന് മുമ്പിൽ വീണ്ടും ഞാൻ അലിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, ഇതൊരു രോഗമാണെന്നല്ലേ നീ പറയുന്നത്, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ പ്രശ്നമാണെന്നല്ലേ പറയുന്നത്, നമുക്ക് ഡോക്ടറെ കാണിച്ച് ഭേദമാക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഉമ്മാൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എന്നെ കാണിക്കാൻ കൊണ്ടുപോയത് മാനസിക രോഗ വിഭാഗത്തിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കൗൺസിലർ എന്നോട് സംസാരിച്ച് പറഞ്ഞു, വീട്ടുകാർ ആഗ്രഹിക്കുന്നത് പോലെ മാറി ചിന്തിച്ചൂടെ, മാറാൻ പറ്റില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, എനിക്ക് ഞാനായി ജീവിക്കണം, ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, ഞാനൊരു മാനസിക രോഗിയല്ല, ഞാൻ കഴിക്കുന്ന മരുന്ന് ഇതാണെന്ന് പറഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ ഞാൻ പുള്ളീനെ കാണിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. പുള്ളിയുടെ അടുത്ത് ഞാൻ ഒറ്റ കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ കാരണം ഒരുപാട് പഴി കേട്ട ഒരു ഉമ്മയുണ്ട് എൻ്റെ വീട്ടിൽ, പുള്ളിക്കാരി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ വളർത്തുദോഷമല്ല ഞാൻ ഇങ്ങനെ ആയത്, ഇത് ആ കുട്ടിയുടെ ഹോർമോണിൻ്റെ പ്രശ്നമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് എന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, എന്താ ഞാൻ ചെയ്യേണ്ടേ എന്ന് പുള്ളി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ വീട്ടുകാരുടെ പൈസയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ട്രീറ്റ് ചെയ്യാം, പക്ഷേ ഈ ആശുപത്രി വിട്ട് സ്വഭാവത്തോടു കൂടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഈ ആശുപത്രി ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രോഗമാണെന്നാണ് പുള്ളി എന്നോട് സംസാരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടുകാരെ വിളിച്ച് വീട്ടുകാരോട് പറഞ്ഞു, ആ കുട്ടി മനസ്സുകൊണ്ട് ഒരു സ്ത്രീയാണ്, ശരീരം കൊണ്ടും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആ കുട്ടിയുടെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിൽ ആ കുട്ടി സൂയിസൈഡ് വരെ ചെയ്യാം എന്ന് ഡോക്ടർ വീട്ടുകാരെ ധരിപ്പിച്ചു. പിന്നെ ആശുപത്രിയിൽ ഒരു നിലവിളിയായിരുന്നു ഉമ്മാൻ്റെ കരച്ചിൽ. പിന്നെ അന്നത്തെ ദിവസം ഉമ്മ എന്നോട് സംസാരിച്ചില്ല. വീട്ടിൽ ചെന്ന് ഒരൊറ്റ കിടപ്പായിരുന്നു. ഉമ്മയുടെ അടുത്തിരുന്നുകൊണ്ട് ഞാനും കുറച്ചു നേരം കരഞ്ഞു. ഉമ്മ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു, ഈ ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ ഭൂമിയിലെ മനുഷ്യർ ഒരു പെണ്ണിന് ആണിൻ്റെ തൻ്റെ ഇടമാണെന്ന് പറഞ്ഞാൽ കൈയടിക്കും, തോളിൽ തട്ടി അഭിനന്ദിച്ച് അവളുടെ കൂടെ നിൽക്കും. പക്ഷെ ഒരാടിന് പെണ്ണിൻ്റെ തൻ്റെ ഇടമാണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അവളെ കളിയാക്കും, കുറ്റം പറയും, ഒറ്റപ്പെടുത്തും. അതുകൊണ്ട് നീ ആയിരിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ പിടിച്ച കൈ ഉമ്മ വിട്ടു. അപ്പം എനിക്ക് മനസ്സിലായി, മനമില്ലാതെ മനസ്സോടെ സമ്മതിച്ചതാണ്. അന്ന് ഞാൻ വീട് വിട്ടിറങ്ങി. എന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നിലെ സ്ത്രീയെ ഞാൻ സ്വതന്ത്രയാക്കി. ഞാൻ ഹയാത്ത് അമേസയായി. പലപ്പോഴും എന്നേക്കാളേറെ എന്നെപ്പറ്റി കേട്ടുകൊണ്ടിരുന്നത് എൻ്റെ ഉമ്മയായിരുന്നു. പലപ്പോഴും ഉമ്മയുടെ സഹോദരങ്ങൾ പോലും ഉമ്മാനെ ഇരുത്തി കുറ്റം പറയാറുണ്ട്. എന്തിന് പലതരത്തിലുള്ള മോശം പേരുകൾ പോലും എന്നെ ഇട്ട് വിളിച്ചിരുന്നു. ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല പേരുകളും അന്ന് എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും ഞാനറിയാതെ അല്ലെങ്കിൽ എന്നോട് പറയാതെ പലതും ഹൃദയത്തിൽ കടിച്ചമർത്തുകയായിരുന്നു എൻ്റെ ഉമ്മ. പലപ്പോഴും ഉമ്മയുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു, നിനക്ക് തെറ്റുപറ്റിയതാണോ അതോ ദൈവത്തിന് തെറ്റുപറ്റിയതാണോ? നിൻ്റെ മകന് ആണുങ്ങളോടാണോ പ്രണയം, അല്ലെങ്കിൽ നിൻ്റെ മകൻ ശിഖണ്ഡിയാണ്? അങ്ങനെയുള്ള രീതിയിലൊക്കെ സ്വന്തം സഹോദരങ്ങൾ പോലും പലവട്ടം ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് തവണ വഴക്കുണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട്. പലപ്പോഴും എന്നെ പറയുമ്പോൾ എന്നേക്കാൾ ഏറെ പൊള്ളിയിരുന്നത് ഉമ്മാക്കായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് എൻ്റെ ഉമ്മയായിരുന്നു. ജീവിതത്തിൽ കടപ്പാടുള്ളതും അവരോട് മാത്രമാണ്. ഇന്ന് ഞാൻ ഫ്രീലാൻസ് ബ്രൈഡൽ മെഹന്തി ആർട്ടിസ്റ്റാണ്. അതോടൊപ്പം മോഡലിംഗ് ചെയ്യുന്നു. മോട്ടിവേഷൻ സ്പീക്കറാണ്. 2023 മിസ് കേരള അച്ചീവ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ മിസ് ബ്യൂട്ടി കാലിക്കറ്റ്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എനിക്ക് മുൻപും എനിക്ക് പിൻപും ഒത്തിരി പേര് വന്നിട്ടുണ്ട്.
എൻ്റെ പുറകിൽ വരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് കാലത്ത് രാത്രികളിൽ മാത്രം പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പുറത്ത് കണ്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മുഖ്യധാര സമൂഹത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് തന്നിൽ വിശ്വസിച്ച് ജീവിച്ച് ഇന്ന് ഒരുപാട് പേർക്ക് ഉദാഹരണമായി മാറിയ ഒത്തിരി പേർ നമുക്ക് മുൻപിലുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ആദ്യം നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളെ സ്വതന്ത്രയാക്കുക, സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ച് തുടങ്ങുക. അപ്പോൾ ഈ ലോകം മുഴുവനും നിങ്ങളെ അംഗീകരിക്കും. അന്ന് തള്ളി പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ.